ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു സൺഡേ ലേസി ഡേ ഇൻ മൈ ലൈഫായിരിക്കും ഇത്. അപ്പോൾ ഞാനൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഗായ്സ് അങ്ങനെ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ സൺഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ലേസി ആയിട്ടുള്ള സൺഡേ ആണ്. ഭയങ്കര ഒരു മടി, ഞാനറിയില്ല. അപ്പോൾ ഞാൻ എല്ലാ സൺഡേയും എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യും. അപ്പോഴായിരിക്കും എനിക്ക് അധികം അങ്ങനെ ഫേഷ്യൽ ഹെയർസ് വരാറില്ല. അങ്ങനെ എല്ലാം ഒരു സൺഡേ ആകുമ്പോൾ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഡാമാക്കോടെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നല്ല രീതിക്ക് മസാജ് ചെയ്യും. എപ്പോഴും നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലോവേര ജെല്ല് അല്ലെങ്കിൽ ഇതേ കണക്കത്തെ മോയ്സ്ചറൈസേഴ്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആവാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എപ്പോഴും മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്തെങ്കിലും അലോവേര ജെല്ല് അപ്ലൈ ചെയ്തതിന് മാത്രമേ ഇങ്ങനത്തെ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഈ ഒരു ചിലവർക്കൊക്കെ ഈ ഒരു ഫേഷ്യൽ ഹെയർ വെച്ച് റിമൂവ് ചെയ്യുമ്പം അലർജിയൊക്കെ വരാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ അലർജിയൊന്നും ഇല്ല ഇത് ചെയ്യും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാനുണ്ട്. പിന്നെ രാവിലത്തെ ഫുഡ് കഴിക്കണം. പിന്നെ അത് കുറേ കുറച്ച് ഒരുപാട് പണികളുണ്ട്. പക്ഷേ ഇന്ന് നല്ല ഉറക്കം വന്ന് ഞാനിപ്പോൾ ഉറങ്ങി വീഴുമെന്ന രീതിയിലിരിക്കുക. ഞാൻ സംസാരിക്കുന്നത് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല. അതുകൊണ്ട് ഇനി വാങ്ങിക്കാൻ പറ്റും. ഹലോ ഗായ്സ്, അങ്ങനെ ഒരു എ ബി സി ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞ് വന്നപ്പോഴായിരുന്നു അടുക്കള ഫുള്ളും ഇതായിട്ട് കിടക്കുന്നത്. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി എല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പോയി റൂമും എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെയാണ് വന്ന് ഞാൻ എ ബി സി ജ്യൂസ് ഇട്ട് കുടിച്ചത്. എന്നിട്ട് പിന്നെ കുറച്ചൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ രാവിലത്തെ ദോശ കഴിച്ചു. പിന്നെ ദോശയും ഈ ഒരു ഉള്ളിക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറേ നേരം കിടന്ന് ഞാൻ ഉറങ്ങി. അപ്പോൾ നമുക്കിന്ന് ഓറഞ്ച് പൗഡർ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം നമുക്ക് ഓറഞ്ച് പൊടി നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് എന്തൊക്കെയോ കോപ്പറങ്ങൾ കാണിക്കുന്നുണ്ട്, അതാരും മൈൻഡ് ചെയ്യണ്ട. അതിന് ശേഷം ഞാൻ ഈ ഒരു പപ്പായ നോക്കി വെച്ചിരുന്നതായിരുന്നു ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് എനിക്കത് പറിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് ശേഷം ഞാൻ വന്ന് നോക്കാൻ നേരം കാര്യമായിട്ട് ഞാൻ വലിയ കരുത്തി വന്നത് തോട്ടയൊക്കെ ആയിട്ട് പറിക്കാനായിട്ട്. അപ്പോൾ കാര്യമായിട്ട് അവിടെ ഒരാൾ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടു. അതിന് ശേഷം പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ അപ്പുറത്തൊരു അമ്പലമുണ്ട്, ഒരു 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 കുഞ്ഞൊരു ക്ഷേത്രമാണ്. അങ്ങനെ ഞാൻ അവിടെ എല്ലാ ഞായറാഴ്ചയും പോവും. അങ്ങനെ ഒരു അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ ഒന്ന് ഒരുങ്ങിയതാണ്, ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട്. പക്ഷേ ഞാൻ ചുമ്മാ ഒന്ന് ഒരുങ്ങിയതാണ്, ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്യും. പിന്നെ അതിന് ശേഷം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒന്ന് ഇടും. അതിന് ശേഷം പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേ കോപ്രായങ്ങൾ കാണിക്കും. അതൊന്നും ആരും കാര്യമാക്കണ്ട. പിന്നെ ഇതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അമ്മ കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പതിയെ കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച്, പിന്നെ എനിക്കാണെങ്കിൽ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ വെച്ചുള്ള കുറേ ഷോയും ഒക്കെ കാണിച്ച് ഞാനങ്ങ് ഇരുന്നു. അതിന് ശേഷം പിന്നെ ഈ ഒരു മുടി കെട്ടാനുള്ളൊരു പാടായിരുന്നു. എൻ്റെ അമ്മ, ഞാൻ ഷാമ്പു ഇട്ടുകൊണ്ട് മുടി നല്ല രീതിക്ക്
നേരെ ഇരിക്കുന്നതേ ഇല്ല. പിന്നെ കുറേ നേരം കിടന്ന് എങ്ങനെയൊക്കെയോ കെട്ടി അതിങ്ങനെ സ്റ്റൈൽ നോക്കുന്നു. ഏതാ നല്ലത് ഏതാ കൊള്ളാത്തതെന്നും പറഞ്ഞ് കുറേ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കെട്ടി. കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. പിന്നെ അത് വയ്ക്കാനുള്ള ഷോ ഓഫ് ആയിരുന്നു കൂടുതൽ. പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ച് 10 ആൾക്കാരെ കാണിക്കണമെന്നല്ല. ഞാനാണെങ്കിൽ എപ്പോഴും മുല്ലപ്പൂവൊന്നും വയ്ക്കത്തില്ല. നമുക്ക് എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു സ്മോൾ ഡേ ഇൻ മൈ ലൈഫാണ്. വളരെ ചെറിയൊരു, എനിക്കാണെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു വീഡിയോ ഒക്കെ. പിന്നെ ഞാനങ്ങ് എടുത്ത്. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇതെൻ്റെ ഒരു സ്മോൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ ചിലപ്പോൾ അടുത്തൊരു സൺഡേ ഇടുമായിരിക്കും. ഓക്കെ, ബൈ.